ഹായ്, നമ്മൾ അടുത്തെത്തിയിരിക്കുന്നത് മൗസ്മായി കേവിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കമാ. മൗസ്മായി കേവ്, മണ്ണിനടിയിലെ അത്ഭുത ലോകം. ഇതാണ് കേവിന്റെ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് പോകണം. ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് പറയണേ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ചുരങ്ങളും മലകളും തണുപ്പും മഴക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും ഗോത്രവർഗ്ഗക്കാരും മാത്രമല്ല, ഇനിയും ഏറെയുമുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ആ പട്ടികയിൽ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് ഗുഹകൾ. ഏതാണ്ട് 1500ഓളം ഗുഹകളുണ്ട് മേഘാലയയിൽ എന്നാണ് കണക്ക്. ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടാണ് മൗസ്മായി ഗുഹ. ഇന്ത്യയിലെ നീളം കൂടിയ ഗുഹകളിൽ മുൻ പട്ടികയിൽ തന്നെയാണ് മൗസ്മായി ഗുഹയുള്ളത്. ഈ ഗുഹകൾ രൂപപ്പെടുന്നത് ചുണ്ണാമ്പുകൾക്കിടയിലൂടെ 10,000 വർഷങ്ങളോളം വെള്ളം ഒഴുകിയാണ് ഇതിൽ പലതും രൂപപ്പെട്ടിട്ടുള്ളത്. വളരെ ചെറുതും ഇടുങ്ങിയതുമാണ് മൗസ്മായി ഗുഹ. ഇതിലൂടെ മുന്നോട്ട് പോകുന്നുള്ളത് ദുഷ്കരം പിടിച്ച ഒന്നാണ്. ഈ ഗുഹ പൂർണ്ണമായും കാടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മുതൽ 5:30 വരെയാണ് പ്രവേശനം. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഷില്ലോങ്ങിൽ നിന്നും 58 കിലോമീറ്ററും ചിറാപൂഞ്ചിയിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൗസ്മായി ഗുഹയിൽ എത്തിച്ചേരാൻ സാധിക്കും. കേവിന്റെ പുറത്തേതിരിക്കണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്.